ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. പ്രവചനങ്ങളുടെ പൂർത്തീകരണം ലോകത്തിലെ സകല ജനപദങ്ങളുടെയും രക്ഷകരുമായി ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കാൻ സ്വർഗത്തിന്റെ വാതിൽ ഭൂമിയിൽ തുറക്കപ്പെട്ട അഭൗമ നിമിഷമായിരുന്നു അത്. സ്വർഗത്തിന്റെ ദൂതിന് കന്യക നൽകിയ സമ്മതം. അതെ, പരിശുദ്ധ അമ്മ അവൾ എന്നും തന്റെ പ്രത്യക്ഷീകരണങ്ങളിലൂടെ തന്റെ പുത്രന്റെ രക്ഷണീയ കർമ്മത്തിൽ പങ്കാളിയാകുന്നു. പരിശുദ്ധ അമ്മയുടെ പാദസ്പർശനമേറ്റ് ഭൂമിയായി മാറിയ ഫ്രാൻസിലെ ദൂരത്തിലുള്ള പ്രകാശപൂരിതമായ ഗുഹാമുഖത്തേക്ക് പ്രാർത്ഥനകളോടെ നമുക്ക് പോകാം. 1858 ഫെബ്രുവരി 11 ഫ്രാൻസിലെ ദൂരത്തിൽ ദൈവഭക്തിയായ ഒരു പാവം പെൺകുട്ടിക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു. ബന്ധദൈവം എന്നായിരുന്നു അവളുടെ പേര്. അതിശൈത്യന്റെ ഫെബ്രുവരി മാസത്തെ ആ പ്രഭാതത്തിൽ തന്റെ ശാരീരിക അസ്വാസ്ഥ്യത്തെ മറവയ്ക്കാതെ കൂട്ടുകാരോടൊപ്പം അവൾ വെറുതെ ശേഖരിക്കാൻ പോയി. എന്നാൽ തണുപ്പ് മൂലം അവിടെയുള്ള നദി കടക്കാനാകാതെ അവൾ അവിടെ ഒറ്റയ്ക്കിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ചകലെയുണ്ടായിരുന്ന ഒരു ഗുഹയിൽ നിന്നും അതീവ പ്രഭയുള്ള ഒരു സുവർണ വെളിച്ചം പരന്നിടുന്നത് ആ പെൺകുട്ടി കണ്ടു. ആ വെളിച്ചത്തിനുള്ളിൽ അടങ്ങാറുന്ന ഒരു സ്ത്രീയിരുമ്പോൾ കണ്ണഞ്ചിക്കുന്ന വെള്ള വസ്ത്രവും നീല നിറത്തിലുള്ള അരികട്ടും അതേ നിറമുള്ള ശിരവസ്ത്രം ധരിച്ചു കയ്യിൽ ജപമാലയുമായി നിൽക്കുന്നതിൽ അവളെ മാടി വിളിക്കുന്നത് പോലെ തോന്നി. വീണ്ടും അവിടെ പോയപ്പോഴെല്ലാം അവൾ ആ ഗുഹാമുഖത്തെത്തുകയും ആ യുവതി പ്രത്യക്ഷപ്പെട്ട് ആ കുട്ടിയോട് സംസാരിക്കുകയും ചെയ്തു. അവിടെ ഒരു ദേവാലയം പണിയണമെന്നും പ്രദക്ഷിണങ്ങൾ സംഘടിപ്പിക്കണമെന്നും ആ യുവതി ആവശ്യപ്പെട്ടു. ആ യുവതിയുടെ നിർദ്ദേശപ്രകാരം അവിടെ ഗുഹാമുഖത്തുള്ള മണ്ണിൽ അവൾ വേരുകൾ കൊണ്ട് മാറ്റുകയും ആ മണ്ണിൽ നിന്നും മറിഞ്ഞു കിടന്നിരുന്ന ഒരു ഉറവ തുറക്കപ്പെടുകയും ചെയ്തു. നിരന്തരം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ അവളോട് യുവതി ആവശ്യപ്പെട്ടു. മാതാപിതാക്കളുടെയും വികാരി അച്ഛന്റെയും നിർദ്ദേശപ്രകാരം തനിക്കുണ്ടായ 15ാമത് ദർശനത്തിൽ മാർച്ച് 25 മംഗളവാർത്ത ദിനത്തിൽ സുന്ദരിയായ ആ യുവതിയോട് ആ പെൺകുട്ടി ചോദിച്ചു, നിങ്ങൾ ആരാണ്? യുവതി സ്വയം വെളിപ്പെടുത്തി, എന്റെ നാമം അവലോകന എന്നാകുന്നു. Make
വർഷങ്ങൾക്ക് മുമ്പ് പോർച്ചുഗലിലെ ഫാത്തിമ എന്ന സ്ഥലം അനുഗ്രഹീതമായ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തപ്പെട്ടു. നമുക്കും അല്പനേരത്തേക്ക് പരിശുദ്ധ അമ്മയോടൊപ്പം അവിടെ ആയിരിക്കാം. 1917 മെയ് 11 പോർച്ചുഗലിലെ ഫാത്തിമയിൽ പോവാല ഏരിയ എന്ന സ്ഥലത്ത് വെച്ച് 3 ഇടയ കുട്ടികൾക്ക് പരിശുദ്ധ പ്രത്യക്ഷപ്പെട്ടു. ലൂസിയ, ജസീന്ത, ഫ്രാൻസിസ്കോ എന്നിവരായിരുന്നു ആ കുട്ടികൾ. ആട് ബീച്ച് നടന്നിരുന്ന ആ കുട്ടികൾ പ്രകാശത്തിൽ നിന്ന് വരുന്ന ഒരു സ്ത്രീയെ കണ്ടു. ഈ ആദ്യ ദർശനത്തിൽ തന്നെ താൻ ജപമാലരാജ്ഞിയാണെന്ന് പരിശുദ്ധ സ്വയം വെളിപ്പെടുത്തി. പിന്നീട് തുടർച്ചയായി നൽകിയ പ്രതിഷേധങ്ങളെ അമ്മ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ നിർദ്ദേശിച്ചു: എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. നരകത്തിൽ നിബന്ധിച്ച് നശിച്ചു പോകാതെ ആത്മാക്കൾ രക്ഷ പ്രാപിക്കാൻ ലോകത്തിന്റെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കണം. ഭാവിയിൽ ലോകത്തിൽ പലയിടത്തും യുദ്ധങ്ങളുണ്ടാകും. എല്ലാവരും വിശ്വാസം കൈവിടാതെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. മാതാവ് കുട്ടികളെ 3 രഹസ്യങ്ങൾ അറിയിച്ചു. ലോകസമാധാനത്തിന് ജപമാല പ്രാർത്ഥിക്കാൻ അവരെ ആവർത്തിച്ച് ഉദ്ബോധിപ്പിക്കുകയും ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നതിന് അവളുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തിയുടെ ആവശ്യകത ഊന്നി പറയുകയും